എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ സുഹൃത്തായ ഉണ്ണികൃഷ്ണന്റെ പുതിയൊരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ ഓക്കെ. അപ്പോൾ ഇവിടെ വരാനുണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് പണി കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ വീട്ടുകാർ ഒരു മാസമായിട്ട് ഇങ്ങോട്ട് താമസം മാറിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. പുതിയ വീടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് മോടിയൊക്കെ പിടിപ്പിച്ച് ഉണ്ണികൃഷ്ണന്റെ ഐഡിയയിലൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇതിന്റെ ചെയ്തേക്കണ ഓരോ വർക്കിന്റെയും റേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ നല്ല ഓർമ്മയുണ്ട്. വീടിന്റെ ഭംഗിയും വീടിന്റെ വർക്കുകളൊക്കെ ഒന്ന് കാണുക. അതോടൊപ്പം വീട്ടിലെ ഓരോരോ ഐഡിയകളും അതിനെന്തൊക്കെ എത്ര രൂപ ചെലവെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ നമ്മോട് പറയും. അപ്പൊ എങ്ങനെ വീട്ടിൽ കണ്ടാലോ? എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അത് വീട്ടിലൊക്കെ കയറി കാണാം. അപ്പൊ ഉണ്ണികൃഷ്ണൻ ഇപ്പൊ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോ തന്നെ ഈ സൈഡിൽ കാണുന്ന റൗണ്ട് അതെന്താണ് സംഭവം? സത്യത്തിൽ അത് പ്രത്യേകിച്ച് ഒരു ഇതായിട്ടല്ല ചെയ്ത ഒരു ഡിസൈൻ, ഒരു ഭംഗി. സാധാരണ എല്ലാവരും അത് കവർ ചെയ്തൊരു പോർഷൻ ആയിട്ടല്ല ചെയ്യാറ്. നമ്മളതൊരു ചെറിയൊരു ഡിസൈൻ പോലെ റൗണ്ട് ചെയ്തിട്ട് പുറത്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഉള്ളിൽ നിന്നുള്ള കാറ്റും വെളിച്ചം കയറും ചെയ്യും. അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ വലിയ പർപ്പസ് ഇല്ല. ആ ഷേപ്പ് നമ്മുടെ ഐഡിയയിൽ ചെയ്തതാണ്, അത്രേ ഉള്ളൂ. പിന്നെ മെയിൻ ആയിട്ടുള്ള ഫ്രണ്ട് ഡോർ അല്ലേ? ഫ്രണ്ട് ഡോറ് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് സ്റ്റീൽ ഡോറാണിത്. ഫുള്ള് സ്റ്റീലും ഇതിന്റെ ഫ്രെയിമും സ്റ്റീലാണ്. ഇതിപ്പോ ഒരു 40,000 രൂപയുടെ അടുത്ത് റേഞ്ചുള്ള ഒരു ഇതാണ്, സ്റ്റീൽ ഡോറാണിത്. അതങ്ങനെ വെയിറ്റ് അനുസരിച്ചാണ് വെയിറ്റും അതിന്റെ ഗേജും ഒക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അത്ര അടക്കമുള്ള റേറ്റ് ആണ് സംഭവം. ഇപ്പൊ നമ്മുടെ തേക്കിനൊക്കെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് കൊണ്ട് നമ്മൾ തേക്കിന്റെ ഡോറ് നമ്മൾ ഫിനിഷ് ചെയ്ത് വരുമ്പോ, അതായത് ഇത്രയും വർക്ക് ചെയ്ത് വരുമ്പോ ഇതിനേക്കാളും റേറ്റ് കൂടുതൽ വരുന്നു. എന്നാ നമുക്ക് അകത്ത കാഴ്ചകളൊന്നും കണ്ടിട്ട് ഓക്കെ. അപ്പൊ നമ്മള് ലിവിംഗ് റൂമിലേക്ക് കയറുമ്പോഴേ മെയിൻ ആയിട്ട് അട്രാക്ഷൻ വരുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതാണ് അല്ലെ, സെപ്പറേഷൻ. അതെ, ഇത് നമ്മള് മൊത്തം മൾട്ടിവുഡ് കൊണ്ടാണ് ചെയ്തതാണ്. ഇവിടെ ഈ പാർട്ടീഷൻ, ലിവിംഗ് ഡൈനിങ്ങിന്റെ പാർട്ടീഷൻ ഉണ്ട്. ഇവിടേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മൾ കാണുന്ന ഈ TV യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ ഷോക്കേസ് പോലെ, ഡൈനിങ്ങിന്റെ അവിടെയുള്ള ഷോക്കേസ്, അവിടെ ചെറിയൊരു അലമാര പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ചെറിയൊരു വർക്കായിട്ട് മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇതാണ് മൾട്ടിവുഡ് പാനലിംഗ് കൊണ്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഒരു 2 ലക്ഷത്തിന്റെ അടുത്ത് പണിക്കാശും അതിന്റെ കൂടെയുള്ള ഇതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. മെറ്റീരിയൽ മണിക്കാശ് അടക്കം. ഈ ഇതിൽ കാണുന്ന ഓരോ സ്പോട്ട് ലൈറ്റ് കാണുന്നുണ്ടല്ലോ സാധാരണ. ഇത്ര കബോർഡുകളിൽ ഇത്ര സ്പോട്ട് ലൈറ്റ് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഇത്ര സ്പോട്ട് ലൈറ്റ് കൊടുത്തേക്കണ കാണുന്നത്. അതെ, അതായത് ഈ സ്പോട്ട് ലൈറ്റ് ആണല്ലോ അതിന്റെ ഭംഗി. അതിനൊരു ചെറിയ കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇതിൽ കാണുന്ന വേറെ ലൈറ്റിലേക്കാളും കൂടുതൽ നമുക്ക് അട്രാക്ഷൻ കിട്ടും. അതെല്ലാം കൂടി ഉൾപ്പെട്ടാണ് ആ റേറ്റ് പറഞ്ഞല്ലേ? സ്പോട്ട് ലൈറ്റ് ശരിക്കും വേറെയാണെങ്കിലും ഇത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ലേബർ കാശും മറ്റേ ഇതും അടക്കാണ്. എല്ലാം കൂടി അത്ര തന്നെ വരുള്ളൂ. അതിനൊക്കെ ഒരു ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് വലിയൊരു കോർണർ സോഫ സെറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കണം അല്ലേ? വലിയൊരു കോർണർ സോഫ സെറ്റ് എന്ന് പറയാനില്ല, ചെറിയൊരു 3+2 ഉള്ളൂ അത്. അതിനിപ്പോ നമുക്കൊരു 36 രൂപയാണ് ഇതിന് ഏകദേശം കോസ്റ്റ് ആയി വന്നത്. അത് ഇവിടെ അടുത്തുനിന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഇതൊരു സത്യത്തിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതിനൊരു 5000 രൂപയുടെ അടുത്ത് റേഞ്ച് ഉണ്ട്. ഇത് തേക്കിന്റെയാണ്. എല്ലായിടത്തും നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഹെക്സഗൺ ഷേപ്പാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ റൗണ്ട് ആകുമ്പോൾ ഇത്രയും കൂടി ഒന്ന് ഒതുക്കി കിടക്കും എന്നുള്ള രീതിയിലാണ് അത് ചെയ്തത്. അപ്പൊ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോവാം. ഡൈനിങ് ഏരിയയിലും മെയിൻ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ചത് ഈ ഷോക്കേസിന്റെ കാര്യം പറഞ്ഞ ഇതാണ് അല്ലെ? ഇതൊക്കെ മൾട്ടിവുഡിന്റെ വർക്കിൽ വരുന്നതാണ്. ഈ സ്ഥലം അപ്പൊ പറഞ്ഞത് ഒരു ഡൈനിങ് ഏരിയ ആണ്. ഒരു 6 സീറ്ററുള്ള ഡൈനിങ് ടേബിളും അതിന്റെ ചെയർ അടക്കമുള്ള ഇതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മോഡൽ കണ്ടപ്പോ ഇതിന്റെ കാല് കണ്ട, ഈ കാലിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ പോലെ 4 കാല് വെറുതെ ഒരു ഇത് ആംഗിൾ വെച്ചേക്കണ പോലെയല്ല. ഇത് കാലിനൊരു ഷേപ്പും വേറൊരു ഇതായിട്ടുള്ള ചെയ്തതാണ്. വേറൊരു പാറ്റേൺ ആണത്. അപ്പൊ ആ പാറ്റേൺ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ പറഞ്ഞ ആ മോഡലിൽ ചെയ്യിപ്പിച്ചതാണത്. ഇതിനെ അപ്രോക്സിമേറ്റ് ഒരു 19 രൂപയുടെ അടുത്ത് റേഞ്ച് ഉണ്ട്. ടേബിൾ മാത്രം. ചെയറുകൾക്ക് ഓരോന്നിനും ഒരു 2000 രൂപയുടെ അടുത്ത് ഉണ്ട് ഓരോ ചെയറിനും. ഈ ലിവിങ്ങിന്റെ ബാക്കിയായിട്ടുള്ള മൾട്ടിവുഡിന്റെ വർക്കുകൾ ബാക്കി നമ്മൾ പറഞ്ഞത് ഏരിയ ഇവിടെയാണ്. ഇതിപ്പോ ഒരു സെപ്പറേഷൻ ആയിട്ട് ചെറിയൊരു അവിടെ ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട് അതിന്റെ അപ്പുറത്ത്. അപ്പൊ ആ വാഷ് ബേസിൻ കാണാതിരിക്കാനുള്ള ഒരു ചെറിയൊരു സെപ്പറേഷൻ കൊടുക്കുക ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ ചെറിയൊരു ഇവിടെ ചെറിയൊരു ഏരിയ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ ഒരു പാനലിംഗ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്.
അത് തന്നെ കിച്ചണും അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഒരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മൾട്ടിവുഡിൽ വന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബഡ്ജറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് അത്ര അതിലുണ്ടായിരുന്നത്. ഈ ലിവിംഗിലും ഡൈനിങ്ങിലും ചെയ്താണ് ഫാൻ എന്ന് പറയുന്നത് വീഗാർഡിന്റെ ഇൻസൈറ്റ് ജി എന്ന് പറഞ്ഞുള്ള ഒരു മോഡലാണ്. അതിന്റെ വുഡൻ പാറ്റേണിലുള്ള ഒരു അതാണ് ചെയ്തതാണ്. ഇതിനിപ്പോ നമ്മൾ കണ്ട ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞത് ഇപ്പൊ നോർമല് BLDC ഫാനുകളിൽ വരുന്ന സ്പീഡ് ഇൻഡിക്കേറ്റർ ആണത്. അതായത് ഇപ്പൊ അതിൽ നമ്മൾ നോക്കി ഇപ്പൊ 4 ലൈറ്റാണ് കത്തിയാണെന്ന് തോന്നുന്നത്. അപ്പൊ 4 സ്പീഡ് ആയിരിക്കും. അതുപോലെ തന്നെ 5 സ്പീഡ് ഉണ്ട്. പിന്നെ ഒരു ബൂസ്റ്റർ സ്പീഡ് ആയിട്ട് 6 സ്പീഡ് ഫാനാണ്. ഇതൊക്കെ 5200 ആ റേഞ്ചൊക്കെ ഞാൻ മേടിച്ച സമയത്തായിരുന്നു തോന്നുന്നു. ഇനി നമുക്ക് എന്ന് വെച്ചാൽ കിച്ചണിലേക്ക് പോയാലോ? ഇവിടെ തന്നെ നമ്മുടെ കിച്ചൺ അത്യാവശ്യം തന്നെ ശ്രദ്ധ പോണത് കിച്ചൺ കബോർഡിലേക്കാണോ? എല്ലാം ഒരേ പാറ്റേൺ ആണ്. കിച്ചൺ കബോർഡും ഒക്കെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം റേറ്റ് കുറയ്ക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് മൾട്ടിവുഡ് ഒഴിവാക്കി അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ഷെയ്ഡ് കളറാണ് നമ്മുടെ കിച്ചണിലേക്ക് ചെയ്തത്. അപ്പൊ അഴുക്കായ പെട്ടെന്ന് അറിയില്ല, എന്നാൽ കാണാൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു കളറായതുകൊണ്ട് അത് ചെയ്തതാണ്. ഈ കിച്ചൺ സ്ലാബിൽ ഞാൻ ആദ്യമാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൊടുത്തതാണ്. അതിനെന്താ വെച്ചാൽ പലരും വീട്ടമ്മമാരെ അവരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഇവിടെ കഴുകുമ്പോ വെള്ളം മുഴുവൻ ഉള്ളിലേക്ക് വീഴുന്നു, വെള്ളം മുഴുവൻ നമ്മുടെ ടൈലിലേക്ക് വീണു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് എന്താ ചെയ്യാൻ പറ്റുക, നമ്മുടെ കോൺട്രാക്ടറോട് ചോദിച്ചപ്പോ ആള് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു സ്ലാബ് കൊടുത്തത്. അപ്പൊ ഇതിപ്പോ നമ്മുടെ വൈഫിനായാലും ഇപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ട് പറയുന്നത്, കാരണം ഒരു തുള്ളി വെള്ളം നമ്മുടെ പുറത്തേക്ക് വീഴുന്നില്ല, ഒഴുകി ഇങ്ങോട്ട് വീഴാത്ത രീതിയിലാണ്. അപ്പൊ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സ്റ്റൗവ് അവിടെ കട്ട് ചെയ്ത് ഇതിപ്പോ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് എല്ലായിടത്തും ചെയ്യണ പോലെ നോർമലാണ് ഹുഡ് ആൻഡ് ഹോബ് ചെയ്തത്. ഇതിപ്പോ പ്യൂർ ഫ്ലെയിംസിന്റെ ചിമ്മിനിയാണ്. ഇതും പ്യൂർ ഫ്ലെയിംസിന്റെ ആണ്. അതൊരു കോംബോ പോലെ ഒരു 27 രൂപയൊക്കെ റേഞ്ചിൽ കിട്ടിയത്. 27 രൂപ എന്ന് പറയുമ്പോ ചിമ്മിനിയും ഹോബും അത് രണ്ടും കൂടിയുള്ള റേറ്റാ പറഞ്ഞത്. പിന്നെ ഇത് സിലിണ്ടർ പുറത്തേക്കാണ് സിലിണ്ടറിന്റെ ഇത് നമ്മളിപ്പോ എല്ലാവരും ചെയ്ത പോലെ ഇപ്പൊ ഉള്ളിൽ സിലിണ്ടർ ഇല്ല, എല്ലാം പുറത്ത് തന്നെ ചെയ്തതാണ്. വീടിന്റെ പുറത്താണ് ചെയ്തതാണ്. ഓക്കെ. ഇപ്പൊ ഈ കിച്ചൺ കബോർഡിന്റെ കാര്യം പറയുമ്പോഴേ നമ്മുടെ ഈ ഫ്രിഡ്ജും ഏകദേശം ഒരേ കളർ പാറ്റേൺ സെലക്ട് ചെയ്ത് അതങ്ങനെ നോക്കിയപ്പോ അതിൽ മാച്ച് ആവുന്ന രീതിയിൽ പാനസോണിക്കിന്റെ ഒരു ഒരെണ്ണം ചെയ്തത്. കിച്ചണിൽ ചെയ്തത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളതാണ്. ഇത് സൺഹാർട്ടിന്റെ ഒരു 2-4 ഉള്ള ടൈലാണ്. ഇതൊരു ഏകദേശം ഒരു 45 രൂപ ഒക്കെ വരുന്ന ടൈലാണിത് സ്ക്വയർ ഫീറ്റിന്. അതുപോലെ ഹാളിലേക്ക് വരുമ്പോ ചെയ്തത് കജാരിയുടെയാണിത്. കജാരിയുടെ ഒരു ബീച്ച് കളറിലുള്ള ഒരു ഇതാണ് ചെയ്താണ്. ഇത് 5.25 2.25 എന്ന് പറഞ്ഞ സൈസിലാണ് ചെയ്താണ്. സ്ക്വയർ ഫീറ്റ് റേറ്റ് ഏകദേശം 72 രൂപയ്ക്കാണ് കിട്ടിയത്. കിച്ചൺ കബോർഡിലേ ഈ ഡോർ നോക്കുമ്പോഴേ പുറത്തേക്കുള്ള ഡോറാണോ? അതെ. ഇവിടെ ഒരു ലെൻസും പിന്നെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വുഡാണ്. അപ്പൊ എങ്ങനെയാണ് പരിപാടി? ഇത് അല്ല, നമ്മളിവിടെ വുഡ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇതും സ്റ്റീല് തന്നെയാണ്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ അകത്തേക്ക് ആരെങ്കിലും വരുമ്പോൾ നമുക്ക് നോക്കാനായിട്ട് ഒരു സേഫ്റ്റിക്ക് ആയിട്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ കിച്ചൺ ആയാലും ഇപ്പൊ ഏത് സ്ഥലത്തായാലും ഈ കമ്പനി അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ കമ്പനി അല്ല, എല്ലാവരും ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിന് ഏകദേശം ഒരു 18,519 രൂപയുടെ അടുത്തുണ്ട്. മെറ്റൽ എന്താണെന്ന് പറഞ്ഞത്? ഇത് നമ്മുടെ ടാറ്റയുടെ സ്റ്റീലാണ്. അത് വെച്ചിട്ടാണ് എല്ലാ കമ്പനിക്കാരും ചെയ്യണത്. ഇതിപ്പോ ഒരു ഐലീഫിന്റെ ആണ് ചെയ്യുന്നത്. പുറത്ത് വർക്ക് ഏരിയ കൊടുത്തോ? പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ട്. ഇവിടെ നമ്മുടെ ഒരു വർക്ക് ഏരിയ ആണ്. അത് കിച്ചണിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു വർക്ക് ഏരിയ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത്. അത് നമ്മളിപ്പോ ചെയ്തതാണ് ഷീറ്റ് ഇട്ടിട്ടാണ് ചെയ്തതാണ്. അപ്പൊ ഇതിന് കോസ്റ്റ് കുറയ്ക്കാനും ഇതിനൊക്കെ ആയിട്ട് ഷീറ്റ് ഇട്ട് ചെയ്തു. പിന്നെ ഇവിടെ നമുക്ക് വേറെ സ്റ്റോർ റൂം എന്നുള്ളൊരു ഏരിയ ഇല്ല നമുക്ക് സെപ്പറേറ്റ്. അപ്പൊ നമ്മുടെ കോൺട്രാക്ടറുടെ ഐഡിയയില് നമ്മളിവിടെ കബോർഡുകൾ കൊടുക്കാം. ഇത്തിരി ഹൈറ്റിൽ കബോർഡുകൾ ചെയ്യാം. ഫെറസിമിന്റെ കബോർഡ് ചെയ്തിട്ട് അതിൽ ACPയുടെ ഷീറ്റ് കൊണ്ട് നമ്മൾ കബോർഡുകൾ ചെയ്തേക്കാണ്. അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല പർപ്പസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കബോർഡ് വർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ഏരിയ ഉണ്ട്. ഇത് വാഷിംഗ് മെഷീൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് ചെയ്യാനും ഒരു സിങ്ക് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്തായിട്ട് തന്നെ വാഷ് ബേസിനോട് ചെറിയ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഒരു ചെറിയുടെ ഒരു റൗണ്ട് ഷേപ്പുള്ളൊരു വാഷ് ബേസിനും അതിനോട് കൂടെയുള്ളൊരു ഗ്ലാസ് മിറർ ലൈറ്റ് ഉള്ളത്, അത് ഇങ്ങനെ ചേഞ്ച് ഓവർ ആയിട്ടുള്ള ചെറിയ 3 ഷെയ്ഡ് കത്താവുന്ന ചെറിയ ഗ്ലാസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി വരുന്നത് ഇവിടെ നിന്നാണ്.
കയറി കാണാം. ഇതൊരു ടീക്ക് വുഡിലാണ് ചെയ്തതാണ്. ഇത് മാത്രം ഇത് ടീക്ക് വുഡില് 7 അടി ഉണ്ട്. ഇതിപ്പോ 2 പീസായിട്ടാണ്, ഒറ്റ പീസ് പോലെ തോന്നാവുന്ന രീതിയിൽ നമ്മൾ പണിതേണ്ടതാണ്. 2 കട്ടിലാണ്, 3.5 2 കട്ടിൽ ചെയ്തേക്കാണ്. അതല്ലെങ്കിൽ നമുക്കിത് മാറ്റാനോ എടുത്ത് ഉപയോഗിക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒറ്റ പീസായെങ്കിൽ 7 അടിയുടെ കട്ടിൽ നീക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അപ്പൊ 2 പീസായിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തേണ്ടത്. 3 കോർണറിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ടല്ലേ? അത് നമുക്ക് സൈഡ് ടേബിളുകളായിട്ട് ഇങ്ങനെ കൊടുത്തേണ്ടതാണ്. ഇത് അവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ സൈഡ് ടേബിളുകളും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കബോർഡ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്തേണ്ടത് ഇപ്പുറത്ത് തന്നെ അതിന്റെ കബോർഡ് വർക്കുകൾ ഫാബ്രിക്കേഷനിൽ ഇതായിട്ട് ഇങ്ങനെ ചെയ്തേണ്ടതാണ്. ഓക്കെ. ഇപ്പുറത്ത് കാണുന്നത് ബാത്റൂമാണ്. ഇവിടെ ബാത്റൂം ഉണ്ട്. ബാത്റൂം ഇതിപ്പോ വാൾ ഹാങ്ങിങ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ചെയ്തതാണിത്. ഓക്കെ. വാഷിംഗ് ബേസിൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വന്നത്. അപ്പൊ ഇവിടെ ഗ്രൗണ്ടിൽ ശരിക്കും 2 ബെഡ്റൂമാണുള്ളത്. മാസ്റ്റർ ബെഡ്റൂമും മറ്റൊരു ബെഡ്റൂമാണുള്ളത്. അത് ഇപ്പുറത്തായിട്ട് ഇപ്പൊ 2 ബെഡ്റൂമിനും ഒരു പ്രൈവസി കിട്ടാനും കൂടിയായിട്ടാണ് 2 ഇതായിട്ട് കൊടുത്തത്. ബെഡ്റൂമിന്റെ ഒരു ചുമരിൽ നിന്ന് മറ്റൊരു ചുമരിലേക്കുള്ള ഇത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആക്സസ് വേണ്ടെന്ന് വെച്ചിട്ടാണ് വേറൊരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം കൊടുത്തത്. സെപ്പറേറ്റ് മാറി ബെഡ്റൂമിൽ മുട്ടി കിടക്കാണ്ട് മാറി കിടക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്തത്. ഹൈറ്റുള്ള കബോർഡ് തന്നെ. അതെന്ന് വെച്ചാൽ നമ്മുടെ മോഡില് നമുക്ക് എന്തായാലും അല്ലെങ്കിൽ പൊടി പിടിക്കുക അത് അങ്ങനെ കെടുക്കുകയുള്ളൂ നമ്മളെ. അപ്പൊ അതും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയിൽ കെടുക്കുകയും ചെയ്യും, ഒരു ഇതാവും ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇതെല്ലാം ACPയുടെ ഇതുകൊണ്ടാണ് ചെയ്തതാണ്. ഓക്കെ. മറ്റേ ബെഡ്റൂമിലെ പോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബാത്റൂം ഉണ്ട്. അത് വാൾ മൗണ്ട് അല്ല? അല്ലല്ല, ഇതൊക്കെ സിംഗിൾ പീസ് ഇതായിട്ട് ചെയ്തതാണ്. ാണ് മുകളിലേക്കുള്ള എൻട്രി വരുന്നത്. ഈ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ മുകളിലൊരു 2 ബെഡ്റൂമും ഒരു ലിവിംഗ് ഹാളുണ്ട്. അപ്പൊ ഈ സ്റ്റെയർ കേസിന്റെ പാറ്റേൺ കാണുമ്പോഴേ മെയിൻ ആയിട്ട് ഈ ഹാൻഡ് റെയില് സ്ഥലത്ത് അധികം കാണാത്ത ടൈപ്പ് ഒരു പാറ്റേൺ. ഇത് സത്യത്തിൽ ഞാൻ ഓൺലൈനിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യിപ്പിച്ചതാണ് അവരെ കൊണ്ട്. ഒരു കണ്ടംപററി സ്റ്റൈലിൽ തന്നെ പറയാൻ വേണമെങ്കിൽ എല്ലായിടത്തും റെഗുലർ ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹാൻഡിലുകൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് മാറ്റി പിടിച്ചതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഡിസൈൻ കണ്ടപ്പോ ചെയ്യിപ്പിച്ചിരുന്നു. പക്ഷെ സംഭവം നന്നായിട്ട് ചെയ്തത്. അതിന്റെ ഒപ്പം തന്നെ ഈ സ്റ്റെപ്പ് നമ്മള് മരത്തിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത് ഇത് ടൈൽ തന്നെയാണ്. ഇത് വുഡിന്റെ പാറ്റേൺ. ഇപ്പൊ ഒരു റോ ഫിനിഷ് കിട്ടിയിട്ടുള്ള ഒരു സെറയുടെ ടൈലാണ് അത്. അത് കണ്ടപ്പോ വളരെ രസമായിട്ട് തോന്നിയപ്പോ. പക്ഷെ എന്താ സംഭവം വെച്ചാലേ ഇത് നമ്മള് ഈ ഒരു കട്ടിങ് ഇവിടെ നിന്ന് തിരിഞ്ഞു പോണ സ്ഥലം ഇങ്ങനെ ഈ ഒരു ഡിസൈൻ കൊടുത്തേക്കണോണ്ടേ പെട്ടെന്ന് കാണുമ്പോ ഒരു പലകയിൽ അടിച്ചേക്കണ പോലെ തോന്നും. അതെ അതെ അതെ, ശരിക്കും അത് തന്നെയാണ് ചെയ്ത് വെച്ചതിന്റെ ഉദ്ദേശം. അങ്ങനെ തന്നെയാണ്. ഒരു വുഡ് തന്നെ ചെയ്യാൻ ഒത്തിരി റേറ്റും കൂടുതലായതുകൊണ്ട് അപ്പൊ ഇത് അതിന്റെ ഫിനിഷിങ് കിട്ടിയതുകൊണ്ടും അങ്ങനെ ചെയ്തു എന്നുള്ളൂ. സ്റ്റെയർ കേസ് ഈ വീടിന്റെ ഒരു പ്രധാന ഒരു നോട്ടപ്പുള്ളിയാണെന്ന് പറയാം. അതെ. ഇത് നമ്മൾ നേരത്തെ കണ്ട റൂമിന്റെ നേരെ മുകളിൽ വരുന്ന ഇതാണ്. സെയിം പാറ്റേൺ തന്നെയാണ് ഇതാണ്. അവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഒരു കിങ് സൈസ് കട്ടിലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിള്, സൈഡ് ടേബിളുകൾ. പിന്നെ അപ്പുറത്ത് ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ താഴ്ത്തുന്നതിനെ അപേക്ഷിച്ച് കളർ പാറ്റേൺ വ്യത്യാസം എല്ലാ റൂമിലും വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു ചേഞ്ച് തോന്നാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാം സെയിം പോലെ തോന്നില്ലേ, അപ്പൊ അതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിട്ട് ഓരോ ഡിസൈൻ മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇവിടെ സെയിം താഴത്തെ പോലെ 3 ക്ലോസറ്റുകൾ, അതായത് സിംഗിൾ പീസുകളാണ് വെച്ചേണത്. ഒരെണ്ണം മാത്രം വാൾ മൗണ്ട് ചെയ്തിട്ടാണ്. അതിന് ശരിക്കും 8 രൂപയ്ക്കാണ് നമുക്ക് അത് കിട്ടിയത്. 8600 സംതിങ് ആയിട്ടുണ്ട്. അത് 3 സെയിം അത് തന്നെയാണ് കിട്ടിയത്. ഒരെണ്ണം മാത്രം വാൾ മൗണ്ട് മാത്രം വേറെ, മറ്റേത് 3 ആ റേഞ്ചിൽ തന്നെയുള്ളതാണ്. പിന്നെ ഈ ഒരു വിൻഡോ ഇങ്ങനെ കൊടുത്തേക്കണതിന്റെ പിന്നിൽ എന്താണ് സംഭവം? നമ്മുടെ ഇവിടെ ആദ്യം തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ച സാധാരണ ഒരു
ടൈപ്പ് ജനല തന്നെ ചെയ്യാന്ന് വെച്ചു. പിന്നെ എല്ലായിടത്തും ഇതേ ജനല തന്നെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പുറത്തേക്കുള്ള ഒരു ആക്സസ് ആയിട്ട് ഒരു ജാളി വർക്ക് ചെയ്യാന്ന് വെച്ചത്. അപ്പൊ കാറ്റും വെളിച്ചം കിടക്കും, അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഒരു ഷോ പോലെ ചെയ്യാനായിട്ട് കൊടുത്തുന്നുള്ളൂ. ഇവിടെ നിന്ന് കയറി വരുമ്പോ പിന്നെ കാണുന്നത് നമ്മുടെ ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട്. ഇവിടെ മൊത്തം 4 ബെഡ്റൂം എന്നൊന്നുമല്ലോ, ഇതാണ് 4ാമത് വരുന്ന ബെഡ്റൂം. ഇതൊരു ബ്ലൂ ഷെയ്ഡ് പാറ്റേണുകള് കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ബ്ലൂ ആണ്. ഇത് മൊത്തം ബ്ലൂവും വൈറ്റും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിട്ട് ചെയ്തതാണ്. ഇത് അത്യാവശ്യം വലിയൊരു കട്ടിലാണ്, ഒറ്റ കട്ടിലാണ്. ഇതൊക്കെ കിങ് സൈസ് തന്നെയാണ് ചെയ്തത്. അക്വേഷ്യാണോ? ഇതൊക്കെ അക്വേഷ്യയിൽ ചെയ്തതാ. ഇതിന്റെ ബാത്റൂം വരുന്നത് ഇവിടെയാണല്ലേ? ഇതിന്റെ ബാത്റൂം വരുന്നത് ഇവിടെ. അത് കഴിഞ്ഞ് അവിടുന്ന് ഈ ഹാളിൽ നിന്ന് വരുമ്പോ പിന്നെ വരുന്നത് ഒരു ലിവിങ് ഹാളാണ്. മുകളിലൊരു ലിവിങ് ഹാള് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഹാളാണ്. ഇവിടെ ഇപ്പൊ ഫർണിച്ചറുകൾ സെറ്റ് ചെയ്തിട്ടില്ല, അത് സെറ്റ് ചെയ്യാൻ പോണം. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ വരുന്നത് നമ്മുടെ ഒരു ടെറസാണ്. ടെറസല്ല, ബാൽക്കണി. അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബാൽക്കണിയാണ്. ഗ്ലാസിന്റെ ഇവിടെ നമ്മൾ ഗ്ലാസ് ആണ് ചെയ്തത്. അത്യാവശ്യം നല്ലൊരു സൈസ് ഉണ്ടല്ലേ? അത് അത്യാവശ്യം സൈസ് ഉള്ളത്. അത്യാവശ്യം ചെറിയൊരു മീറ്റിംഗ് ഒക്കെ നടത്താല. ഹായ്. അപ്പൊ നമ്മുടെ സിറ്റ് ഔട്ടിലും കൊടുത്തേക്കുന്ന ഡോറ് അത്യാവശ്യം വലിയൊരു ഡോറാണ് കൊടുത്തേക്കണേ. ഇവിടെയും അതേ സെയിം അളവ് തന്നെയാണ് ചെയ്യണത്. ഒരു വലിയ ഡോറ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ വലിയ ഡോറിന് ഉപകാരവും സത്യത്തിൽ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ അടിയിലത്തെ കട്ടിലൊക്കെ വളരെ വലിപ്പം കൂടിയതായതുകൊണ്ട് അത് കയറ്റാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമ്മൾ മുകളിൽ കൂടെയാണ് ഇതൊക്കെ കയറ്റിയത്. ഇവിടുന്ന് മുകളിൽ കൂടെ കയറ്റേണ്ടി വന്നു. അത് ഉള്ളിൽ തന്നെ കയറ്റാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നേരെ വണ്ടി നിർത്തി അതിന്റെ മുകളിൽ നിന്ന് ഈ വഴി കയറ്റി. ഇത് വലിയ ഡോറായതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട്. അടിയിലത്തെ സെയിം അളവ് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തത്. കോണിയിൽ നിന്ന് കയറി വരുമ്പോ തന്നെ നമ്മളൊരു പർഗോള ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അടിയിലേക്ക് ലൈറ്റ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞു പോകുന്നു തോന്നിയ കാരണം അവിടെ തന്നെ ഒരു പർഗോള ചെയ്തിട്ടുണ്ട്. സാധാരണ തിക്നെസ് ഉള്ള ഒരു 12 mm ഗ്ലാസ്. ഇത് നമുക്കിവിടെ ഒരു ഓപ്പൺ ടെറസ് നമ്മള് ഡ്രസ് വർക്ക് ഒക്കെ ചെയ്തിട്ട് യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അത് വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നമുക്ക് ഒരു ഡ്രസ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഒരു ഡ്രസ് ഉണക്കാം. പിന്നെ നമുക്ക് അവിടെ ഒരു വാഷ് ബേസിന്റെ ഒരു പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ മുകളിൽ ഒരു വാഷ് ബേസിൻ വേണമെങ്കിൽ അത് അവിടെ ചെയ്യാം. അവിടെ ലൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുത്തത്. ചെറിയൊരു പാർട്ടിയൊക്കെ നടത്താല്ലേ? ചെറിയൊരു പാർട്ടി, ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ നടത്താനുള്ള അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ. അപ്പൊ അത് അങ്ങനെ ചെയ്ത കാരണം അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ പോണത് ഈ ലാട്ട് കാണുന്നത് നമ്മുടെ വീടിന്റെ 2ാം നിലയുടെ മുകളിലേക്ക് കാണുന്ന ഇതാണ്. ഇതിന്റെ സ്ലൈഡാണ്. ഇത് സ്ലൈഡാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ അങ്ങനെ പോകുമ്പോ കൈ കൊണ്ട് തള്ളിയ നമുക്ക് തുറക്കാം. അപ്പൊ അത് ഉള്ളിൽ നിന്ന് തന്നെ കൊടുത്തേക്കാണ്. എല്ലാവർക്കും ചെയ്യാം. നമ്മൾ ഈ കണ്ടത് ഇപ്പോ വയലൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഗോപുരാണ് കണ്ടത്. അപ്പൊ നമ്മുടെ വീട് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് അവിടെ തന്നെയാണ്, അമ്പലത്തിന്റെ അടുത്ത്. അതായത് വയലൂര് ശിവക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വീടിരിക്കണത്. ഹലോ. നമ്മുടെ വീടിന്റെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് പ്രശാന്ത് എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിന് എനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വർക്കുകളുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയേണ്ടതാണ്. കാരണം 100% ഒരു പ്രൊഫഷണലായിട്ട് തന്നെയാണ് ചെയ്യുക. അതുപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റി അതിൽ ഒരു വക വിട്ടുവീഴ്ചയും ചെയ്യാണ്ടാണ് ആൾ ചെയ്യാറുള്ളൂ വർക്കുകൾ. ആൾ ഏകദേശം ഒരു 100 വീടിൻ്റെ അടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാ വർക്കിലും വ്യത്യസ്തമായ വർക്കുകളാണ്. നമുക്കതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് വർക്ക് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്കായാലും ധൈര്യമായിട്ട് അദ്ദേഹത്തിന് വിശ്വസിച്ച് ഏൽപ്പിക്കാം വർക്കുകൾ. ആർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാം.
കോൺടാക്ട് ചെയ്യുന്ന നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉണ്ണികൃഷ്ണൻ്റെ വീടും വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടു. അതുപോലെ ഉണ്ണികൃഷ്ണൻ്റെ വീട് പണിത കോൺട്രാക്ടറുള്ള പ്രശാന്തിൻ്റെ കാര്യങ്ങളും നിങ്ങളിപ്പോൾ കേട്ടു. പ്രശാന്ത് ചെയ്ത മറ്റ് പല വീടുകളുടെയും വർക്കുകളുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്രശാന്തിനെ കോൺടാക്ട് ചെയ്യാം, വർക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ്റെ ഈ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, മറ്റുള്ള സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടി വന്നേക്കാം കേട്ടോ.